നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്നോട് എത്ര മണിക്കാണ് ടൈമിംഗ് ഇല്ലാത്തവരെ ഞാൻ വരാൻ പറഞ്ഞത്? ഇപ്പോഴെങ്കിലും വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ധ്യാനവും പ്രത്യക്ഷമാക്കലും ഒക്കെ പൊളിഞ്ഞാനെ. അത് ശരി. അപ്പൊ എല്ലാരും കൂടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാ അല്ലേ? എന്നോട് സച്ചേട്ടനാ ഇന്നലെ രാത്രി വിളിച്ച് പറഞ്ഞ് രാവിലെ ആറ്റുകാലമ്പലത്തിൽ പോണോന്ന്. എന്നോട് അതെ, മുഴുവൻ പ്ലാനിങ്ങും എന്റേതായിരുന്നു. ആ, ഇനി ഇവിടെ നിന്ന് കഥ പറഞ്ഞുകൊണ്ടിരുന്നാലേ നട അടയ്ക്കും. വാ തൊഴാം. വാ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ആള് ഞാനാണെന്ന് എനിക്ക് തോന്നുന്നു. സച്ചേട്ടനോടൊപ്പം ഈ നടയിൽ നിൽക്കുക എന്നത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു. മനസ്സിൽ ഒരിക്കലും നടക്കില്ല എന്ന ധാരണയിൽ ഞാൻ കണ്ട സ്വപ്നങ്ങളിൽ ഒന്ന് ഇന്ന് സഫലമായിരിക്കുക ദേവി. എല്ലാത്തിനും നന്ദിയും 1000 കടപ്പാടും. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയായിരുന്നു. എല്ലാ വർഷവും അമ്മയോടൊത്ത് പൊങ്കാലയിടാൻ ഞാനും പോവുമായിരുന്നു. പക്ഷേ ഈ വർഷം അത് മുടങ്ങി. ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സച്ചേട്ടനോടൊപ്പം അമ്മയെ ഒരുമിച്ച് തൊഴണമെന്ന്. ആറ്റുകാലമ്മയെ രൂപാന്തരം പ്രാപിക്കുന്നതിന് മുമ്പ് കണ്ണകി എന്ന സാധാരണ പെൺകുട്ടിയായി അമ്മ ജീവിച്ച കഥ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. തൻ്റെ ഭർത്താവായ കോവലനെ ജീവന് തുല്യം സ്നേഹിച്ചതും കണ്ണകിയുടെ തീവ്രമായ ആ ഇഷ്ടം മനഃപൂർവ്വമായി കണ്ടില്ലെന്ന് നടിച്ച് കുടുംബത്തെ മറന്ന് കോവലൻ മാധവി എന്ന പെൺകുട്ടിയുമായി അടുപ്പത്തിലായതും മാധവിയിൽ അടിമപ്പെട്ട് ജീവിച്ചിട്ടൊടുവിൽ മാധവിയുടെ ഹൃദയത്തിൽ തനിക്കൊരു സ്ഥാനമില്ലെന്നറിഞ്ഞ് അയാൾ അവളാൽ തഴയപ്പെട്ടതും തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് തന്നെ കാത്തിരുന്ന കണ്ണകിയിലേക്ക് മടങ്ങി വന്നതും കണ്ണകി എല്ലാം മറന്ന് അയാളെ വീണ്ടും സ്വീകരിച്ച് ഒരു പുതിയ ജീവിതം തുടങ്ങിയതുമെല്ലാം എൻ്റെ മുത്തശ്ശി കഥകളിലെ മായാത്ത ഓർമ്മകളാണ്. കണ്ണകിയെ പോലെ ഞാനും കാത്തിരിക്കുന്നു മറ്റൊരു സ്ത്രീയിൽ അടിമപ്പെട്ടു പോയ എൻ്റെ ഭർത്താവിൻ്റെ വരവും കാത്ത്. എല്ലാം ക്ഷമിച്ച് പുതിയ ജീവിതം സ്വപ്നം കണ്ട് അർച്ചന കാത്തിരിക്കുന്നു. സച്ചിദാനന്ദൻ തന്നിലേക്ക് വരുന്ന നിമിഷവും കാത്ത്. അങ്ങനെ ഒരു ദിവസമുണ്ടായാൽ ഞങ്ങൾ ഒരുമിച്ച് അമ്മയുടെ നടയിൽ വരും. തിരികെ തന്ന ആ ജീവിതത്തിന് നന്ദി പറയാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.